ഹായ് എവ്രി വൺ, ആർഫറയുടെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയ ഇനിയും ഗ്രോത്ത് പൊട്ടൻഷ്യൽ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 1981 പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച ഈ കമ്പനി ചെറിയൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആയിട്ട് പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം ഇന്ന് എഞ്ചിനീയറിംഗ് പോളിമർ മേഖലയിൽ വലിയൊരു സാന്നിധ്യമാണ്. ഇപ്പോൾ ഇവരുടെ ഒരു ബിസിനസ്സിനെ 3 വിഭാഗങ്ങളായി തിരിക്കാം. ഒന്ന് എഞ്ചിനീയറിംഗ് മേഖലയാണ്. അവിടെ പവർ ട്രാൻസ്മിഷൻ ടവറുകൾ, റെയിൽവേ സ്ട്രക്ചറുകൾ, പവർ ഡിസ്ട്രിബ്യൂഷൻ പോളുകൾ, MSN ഹൈ ടെൻസൈൽ ആംഗിളുകൾ, മോണോപോളുകൾ, ടെസ്റ്റിംഗ് സ്റ്റേഷൻസ്, ഫാസ്റ്റനേഴ്സ്, ടവർ ആക്സറീസ്, ടെലികോം ടവർ തുടങ്ങിയ വൈവിധ്യമായ എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന ആ ഒരു മേഖലയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് സെഗ്മെന്റ്. ഇത് കൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷനും ഇവർ ചെയ്യുന്നുണ്ട്. അവിടെ ടവർ സബ്സ്റ്റേഷൻ, ടെലികോം, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ, കോട്ടിങ്ങുകൾ, ഇതിനൊക്കെ ഒരു മേഖലയിൽ ഇവർ ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ വർക്കുകളും ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ UPVC പൈപ്പുകൾ, CPVC പൈപ്പുകൾ, HDPE പൈപ്പുകൾ, ഫിറ്റിംഗ്സ്, സ്റ്റോറേജ് ടാങ്കുകൾ, ബാത്ത് ആക്സറീസ്, അഗ്രികൾച്ചർ പൈപ്പുകൾ, ബോർവെൽ പൈപ്പുകൾ, ഫിറ്റിംഗ്സുകൾ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു പോളിമർ മേഖലയിലും ഇവരുടെ ശക്തമായ ബിസിനസ് സാന്നിധ്യമുണ്ട്. അപ്പോൾ പശ്ചിമ ബംഗാളിലും അസ്സാമിലുമായിട്ട് കമ്പനിക്ക് ഏകദേശം 4 പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തത്തിലുള്ള ഒരു ഉൽപ്പാദന ശേഷി ഏകദേശം 3,75,000 മെട്രിക് ടൺ ആണ്. അതുപോലെ പോളിമർ ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ 62,000 മെട്രിക് ടണ്ണിൻ്റെ ഉൽപ്പാദന ശേഷി അവർക്കുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ ആ ഒരു ജോഗ്രഫിക്കലായിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ ഒരു സ്പ്ലിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് മാർക്കറ്റിലാണ് 83% ഇവരുടെ ബിസിനസ് നടക്കുന്നത്. അതുപോലെ എക്സ്പോർട്ട് മേഖലയിൽ ഏകദേശം 17% മുതൽ 19% വരെയുള്ള ഒരു റേഞ്ചിലുള്ള ഒരു ബിസിനസ്സാണ് എക്സ്പോർട്ടിൽ നടക്കുന്നത്. അപ്പോൾ ആഫ്രിക്ക, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, സൗത്ത് അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഏകദേശം 50ഓളം രാജ്യങ്ങളിൽ ഇവരുടെ ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു ബിസിനസ് സ്പ്ലിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം വരുമാനം ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ബിസിനസ്സിൽ നിന്നാണ്. 80% ഇവരുടെ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു മേഖലയിൽ നിന്നാണ്. ഇൻഫ്രാസ്ട്രക്ചറിൽ 11% ഒരു റവന്യൂ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ പോളിമർ മേഖലയിൽ 9% റവന്യൂമാണ് ഇവർ ജനറേറ്റ് ചെയ്യുന്നത്. ഇവരുടെ ഒരു ഓർഡർ ബുക്ക് നമ്മൾ പരിശോധിച്ചാൽ 9,216 കോടിയുടെ ഒരു ഓർഡർ ബുക്കാണ്. ഈ FY27 Q1 വരെയുള്ള ഇവരുടെ ഓർഡർ ബുക്കിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ 8% ഒരു ഇൻക്രീസ് കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് സ്കിപ്പർ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥാപകൻ സാജൻ കുമാർ ബൻസാലാണ്. നിലവിൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹമാണ്. അതുപോലെ ഇവരുടെ പ്രധാന പ്രൊമോട്ടർമാർ ബൻസാൽ കുടുംബമാണ്. അപ്പോൾ ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് ബിസിനസ്സാണ്. അപ്പോൾ 1981 വളരെ ചെറിയൊരു ഘടനയിൽ ആരംഭിച്ച കമ്പനി അവരുടെ ഉൽപ്പാദനശേഷിയും അതുപോലെ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ വഴി അതിവേഗത്തിലുള്ള ഒരു വളർച്ചയാണ് കൈവരിച്ചത്. 2006 തന്നെ 100 കോടി വരുമാനം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിട്ട് ഇത് വളർന്നിരുന്നു. 2013 1000 കോടി ക്ലബിലേക്ക് രാജ്യത്തെ മുൻനിര ഒരു ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ നിർമ്മാതാക്കളായിട്ട് ഇവർ മാറിയിരുന്നു. ഇപ്പോൾ അത് 5000 കോടി റവന്യൂ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിട്ട് അത് വളർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കിപ്പർ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ച കമ്പനി പിന്നെ 1990 സ്കിപ്പർ സ്റ്റീൽ ലിമിറ്റഡ് എന്ന് പേര് മാറ്റി ടെലികോം ടവർ നിർമ്മാണത്തിലേക്ക് കിടക്കുകയും ചെയ്തു. 2003-2005 കമ്പനി ട്യൂബ് മില്ലും അതുപോലെ ഗാൽവനൈസ്ഡ് പ്ലാന്റും സ്ഥാപിച്ചു. 2006 പവർ ഗ്രിഡ് കോർപ്പറേഷനിൽ നിന്നും 400 kV ടവറുകൾ നിർമ്മിക്കാനുള്ള അനുമതി ഇവർക്ക് ലഭിക്കുകയുണ്ടായി. 2009 ഇന്ത്യയുടെ ആദ്യത്തെ 800 kV ട്രാൻസ്മിഷൻ ടവർ ഓർഡർ ഇവർക്ക് പവർ ഗ്രിഡിൽ നിന്ന് ലഭിച്ചു. ഇതേ വർഷം പോളിമർ പൈപ്പ് ബിസിനസ്സിലേക്ക് ഇവർ പ്രവേശിക്കുകയും ചെയ്തു. ഇപ്പോൾ 2015-17 ഗുജറാത്ത്, അസ്സാം, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ PVC നിർമ്മാണ പ്ലാന്റുകൾ സ്ഥാപിച്ച് പൈപ്പ് ബിസിനസ് ഇന്ത്യയിൽ ഒട്ടാകെ ഇവർ വ്യാപിപ്പിച്ചു. 2022-23 BSNL നിന്നും 2750 കോടിയുടെ 4G ടെലികോം ടവർ പ്രോജക്റ്റും അതുപോലെ തന്നെ പവർ ഗ്രിഡിൽ നിന്ന് വൻകിട EPC ഓർഡറുകൾ ഇവർ നേടുകയുണ്ടായി. കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത് 2014 BSEയിൽ ആദ്യം, അതിനുശേഷം 2015 NSEയിലും ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായത്. ഇപ്പോൾ സ്കിപ്പറിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു 6000 കോടി റേഞ്ചിൽ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. പ്രൈസ് ഏകദേശം 530-550 ആ ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ PE ഇപ്പോൾ 26-29 എന്ന ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയായിട്ടാണ് നിലവിൽ ഈ സ്റ്റോക്കിൻ്റെ PE നമ്മൾ കാണുന്നത്. കൂടാതെ ROCE 23-26 എന്നുള്ള ശക്തമായ ഒരു പ്രകടനം കാണിക്കുന്നത് കാണാം. അതുപോലെ ROE 12-14% എന്ന രീതിയിൽ ഒരു മികച്ച ഒരു ക്യാപിറ്റൽ വളർച്ച സൂചിപ്പിക്കുന്ന ഒരു
ROE കാണാൻ കഴിയും. പ്രൊമോട്ടർ ഹോൾഡിംഗ് 60% മുകളിൽ ഉണ്ട് എന്നുള്ളതും ഇതിൻ്റെ ആ ഒരു ബിസിനസിൻ്റെ ഒരു സ്ട്രെങ്ത് ആണ് അത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കമ്പനിയുടെ ഏറ്റവും ഒടുവിൽ വന്ന Q1 റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ റവന്യൂ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടർ രേഖപ്പെടുത്തിയതിനേക്കാൾ 4% ഒരു വളർച്ചയാണ് നേടിയതെങ്കിലും അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ 25% ഒരു വർധനവ് രേഖപ്പെടുത്തിയായിട്ട് കാണാം. അതുപോലെ എബിറ്റ അത് 13% ഉയർന്നിട്ടുണ്ട്. എബിറ്റ മാർജിൻ 11.1% എന്ന ലെവലിൽ അത് മെച്ചപ്പെട്ടതായിട്ടും കാണാം. അപ്പോൾ ഇവരുടെ Q1 ആ ഒരു ബിസിനസ് പ്രകടനത്തിൽ ഏറ്റവും മികച്ച വളർച്ച കൈവരിച്ചിട്ടുള്ളത് ഈ ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ്സാണ്. 148%-ലധികമുള്ളൊരു വലിയ മുന്നേറ്റം അവിടെ ഉണ്ടായി. എന്നാൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ പ്രകടനം കുറച്ച് മോശമായിരുന്നു. അതായത് പ്രത്യേകിച്ച് ഈ എക്സ്പോർട്ട് മേഖലയിലുണ്ടായ വെല്ലുവിളികളും പ്രത്യേകിച്ച് സപ്ലൈ ചെയിനിലുണ്ടായ തടസ്സങ്ങൾ, അതുപോലെ ഡൊമസ്റ്റിക്കലായിട്ടുള്ള ബിഡിങ്ങിൽ വന്ന കാലതാമസങ്ങൾ, ഇതൊക്കെ കാരണം മൊത്തത്തിൽ ഇവരുടെ ഉൽപ്പാദനത്തിൽ നേരിയ കുറവുണ്ടായിരുന്നു. ഏകദേശം 8% കുറവുണ്ടായിരുന്നു. എന്നാൽ പോളിമർ വിഭാഗം അവിടെ മികച്ച ഒരു വോളിയം വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 40% ജമ്പ് അവിടെ റവന്യൂവിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ ചില ഈ എക്സ്പോർട്ടിൻ്റെ ആ ഒരു വെല്ലുവിളികൾ കാരണം ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിക്ക് 15% ഒരു വളർച്ച മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം അവരുടെ മാനേജ്മെൻറ്റ് ഗൈഡൻസിൽ അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ അതിനുശേഷമുള്ള വർഷങ്ങളിൽ 20-25% ഒരു ഗ്രോത്ത് ഗൈഡൻസ് ആണ് മാനേജ്മെൻറ്റ് നൽകുന്നത്. ഇതിലെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ FIEസിൻ്റെയും DIEസിൻ്റെയും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സ്റ്റോക്കിൽ ക്രമാനുഗതമായിട്ടുള്ള ഒരു വർധനവ് നമുക്ക് കാണാൻ കഴിയും. എങ്കിൽ പോലും ഈ കമ്പനി നേരിടുന്ന ചില വെല്ലുവിളികൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി തീർച്ചയായിട്ടും ഇതിൻ്റെ ഡെറ്റ് ലെവലാണ്. ഇപ്പോൾ വൻകിട ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ് ആയതിനാൽ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യത്തിനായി കമ്പനിക്ക് നല്ല കടമെടുക്കേണ്ടി വരും. അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നിലവിലെ അത്ര ഡേഞ്ചർ ലെവലിലല്ല. കാരണം അത് 0.6 എന്നുള്ളൊരു ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് കാണുന്നത്. എന്നാൽ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടി കൂടുതൽ കമ്പനി കടമെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്കിൽ വിജിലൻ്റ് ആവേണ്ടതുണ്ട്. ഇത് കൂടാതെ ഈ റോ മെറ്റീരിയൽ റിസ്ക്കും കമ്പനി നേരിട്ടേക്കാം. ഇപ്പോൾ സ്റ്റീല്, സിങ്ക്, PVC റെസിൻ എന്നിവയുടെ ഒരു ഇൻ്റർനാഷണൽ ഗ്ലോബൽ പ്രൈസിലുണ്ടാകുന്ന ആ ഒരു വേരിയേഷൻസ് അത് കമ്പനിയുടെ മാർജിനെ നേരിട്ട് ബാധിക്കും. അതുപോലെ ഈ EPC ട്രാൻസ്മിഷൻ പ്രൊജക്റ്റുകളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്ന തടസ്സങ്ങൾ, അവിടെ നിന്നുണ്ടാകുന്ന അപ്രൂവലുകൾ, അവിടേക്ക് ഉണ്ടാകുന്ന ആ ഒരു കാലതാമസം അത് കമ്പനിയുടെ എക്സിക്യൂഷൻ ഡിലേക്ക് കാരണമാകും. അപ്പോൾ ഇത്തരത്തിലുള്ള റിസ്ക് ഫാക്ടർ എപ്പോഴും ഏതൊരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതിൻ്റെ ക്വാർട്ടറുകൾ ഡീപ്പായിട്ട് പരിശോധിക്കണം. പ്രത്യേകിച്ച് കടബാധ്യതകൾ കുറയുന്നുണ്ടോ എന്നാണ് നമ്മൾ എപ്പോഴും നിരീക്ഷിക്കേണ്ട ഒരു കാര്യം. ഈ സ്റ്റോക്കിൻ്റെ നിലവിലെ ടെക്നിക്കലായിട്ടുള്ള ഒരു എൻട്രി ലെവലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഈ 530-545 റേഞ്ച് അത് 52 വീക്ക് ഹൈ ആയിട്ടുള്ള 593 വളരെ അടുത്താണ്. RSI ഇപ്പോൾ 48-55 എന്ന സോണിൽ അമിതമായിട്ട് ഒരു ബൈങ്ങോ അല്ലെങ്കിൽ അമിതമായ സെല്ലിങ്ങോ ഇല്ലാത്ത ഒരു ന്യൂട്രൽ അവസ്ഥയിലാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 20-day 50-day മൂവിംഗ് ആവറേജിൻ്റെ ആ ഒരു അടുത്തുള്ള ഒരു റേഞ്ചിലാണ്. സ്റ്റോക്കിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 545-555 ലെവലുകളാണ്. ഈ ലെവലുകൾ മറികടന്നാലാണ് ശക്തമായ ഒരു കുതിപ്പ് നമുക്ക് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാൻ കഴിയുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് 550-593 എന്നുള്ള ആ ഒരു 52 വീക്ക് ഹൈ ലെവലാണ്. ഇതിൻ്റെ സപ്പോർട്ട് ലെവൽ 518-525 ലെവലുകളാണ്. രണ്ടാമത്തെ മേജർ സപ്പോർട്ട് 500 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ലെവലുള്ള 100-day മൂവിംഗ് ആവറേജിനടുത്തുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കുമ്പോൾ 510-525 എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് താഴുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു റേഞ്ചാണ്. കൂടുതൽ കറക്ഷൻ വന്നിട്ട് 450 റേഞ്ചിലേക്ക് എത്തിയാൽ അതാണ് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട്. അതാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഈ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആവുക. ഇനി അതല്ല ഒരു മൊമെൻറ്റം ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 555 എന്നുള്ള ആ ഒരു റേഞ്ച് ശക്തമായ വോളിയത്തോടു കൂടി മറികടന്നാൽ നല്ലൊരു മൊമെൻറ്റം ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഷോർട്ട് ടേം ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 500 എന്ന റേഞ്ചാണ്. അപ്പോൾ ആ റേഞ്ചിൽ താഴോട്ടേക്ക് പോകുമ്പോൾ സ്റ്റോക്ക് കൂടുതൽ വീക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.